ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു തയ്യൽ മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ, എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ മെഷീൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള പല ഫങ്ഷൻസ് ഉള്ള മെഷീൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഏത് മെഷീനാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് നല്ലത്? പിന്നെ നിങ്ങളൊരു പുതിയ സംരംഭം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏത് മെഷീനാണ് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കൂടാതെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഉഷയുടെ ഈ ഒരു തയ്യൽ മെഷീനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ തയ്യൽ അറിയില്ല, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധാ തയ്യൽ മെഷീൻ മതിയാകും. അത് സിംഗർ, ഉഷ, അംബർല അങ്ങനെ പല ബ്രാൻഡ് തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തയ്ച്ച് വരുമാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ചിന്തിക്കുന്നത് നമ്മുടെ സാധാ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഉണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് പണി കിട്ടും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മെഷീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിനൂലിടുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ തുരുമ്പിച്ചിരിക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാനേ പാടില്ല. നല്ല കണ്ടീഷനുള്ള നല്ല വർക്കിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് മെഷീനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ തയ്യൽ മെഷീൻ വാങ്ങിക്കുക. പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഈ ഒരു സാധാ തയ്യൽ മെഷീനകത്ത് ഓവർലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം പുറത്തോട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് തയ്യലൊക്കെ പുറത്തുനിന്ന് കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊക്കെ ഒരു മോട്ടറും കൂടിയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ ഇതിന് പറ്റിയതല്ല. ഇനി അടുത്തതായിട്ട് ടേബിൾ ടോപ്പ് മെഷീൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടേബിൾ ടോപ്പ് മെഷീൻസിൽ ഉഷ, സിംഗർ, ബ്രദേഴ്സ് എന്നിങ്ങനെ ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ പല ഫങ്ഷൻസ് ഉള്ള പല മോഡലിലുള്ള മെഷീൻസും ഉണ്ട്. ടേബിൾ ടോപ്പ് മെഷീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ മെഷീൻ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. ഇപ്പം നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷെൽഫിൽ എവിടെയെങ്കിലും വെക്കാം. അതല്ല ഇപ്പം നമ്മൾ ബെഡ്റൂമിലിരുന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിലോട്ട് പിന്നീട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോയി നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ടേബിൾ ടോപ്പ് മെഷീനിൽ ഉഷ ജെനോമിയുടെ മാർവല്ല എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെഷീനാണിത്. ഇതേപോലെ തന്നെ ബാർബി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെഷീനും ഉണ്ട്. ഇത് അതായത് മെഷീൻ ചവിട്ടാൻ അറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീനാണിത്. സിംഗറിൻ്റെ മാർവല്ല മെഷീനും ബാർബിയുടെ മെഷീനും ഒക്കെ നമുക്കിപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ രണ്ട് മെഷീനും സ്റ്റിച്ചിങ് അറിയാത്ത തുടക്കക്കാരായിട്ടുള്ളവർക്ക് പറ്റിയ ഒരു രണ്ട് മെഷീനുകളാണ്. ഇതിനകത്ത് ബട്ടൺ ഹോളും ഒക്കെ നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ തയ്ക്കാനായിട്ട് പറ്റും. അടുത്തൊരു ടേബിൾ ടോപ്പ് മെഷീനാണ് ഉഷയുടെ തന്നെ ഉഷ ജെനോമി അല്ലൂർ DLX എന്ന് പറഞ്ഞ ഈ ഒരു മെഷീന്. അതിൻ്റെ തന്നെ വണ്ടർ സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു മെഷീനാണിത്. പിന്നെ ഉഷ ജെനോമിയുടെ തന്നെ വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറഞ്ഞൊരു മെഷീനാണിത്. ഇങ്ങനെ ഈ മെഷീൻസിലെല്ലാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓവർലോക്ക് ഒക്കെ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അത്യാവശ്യം പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർലോക്ക് ഒക്കെ ഇട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തുണിയൊക്കെ പിഞ്ചി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഈ മെഷീൻസിലൊക്കെ ചെയ്യാം. ഇതിൽ ചെറിയ രീതിയിൽ എംബ്രോയ്ഡറിയും കൂടിയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കുറച്ച് 2-3 ഓപ്ഷൻസും കൂടിയിട്ട് ഈ മെഷീൻസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പ്രൊഫഷണലായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു മെഷീൻസ് വെച്ചിട്ട് പല മോഡൽസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ചെറിയ രീതിയിൽ നിങ്ങളൊരു ബിസിനസ്സൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻസൊക്കെ അതിന് പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇനി ഇതിൽ ചെറിയ രീതിയിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ മാത്രം നിങ്ങൾ ഈ ഒരു മെഷീൻ പോയിട്ട് വാങ്ങിക്കരുത്. കാരണം ഇതിനകത്ത് സ്ഥിരമായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാ നോർമൽ സ്റ്റിച്ച് കുറച്ചൊന്ന് സ്ലോ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് ടേബിൾ ടോപ്പിൻ്റെ തന്നെ എംബ്രോയ്ഡറി മെഷീൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിലൊന്നാണ് ഇതും ഉഷയുടെ തന്നെ ബ്രാൻഡിൻ്റെയാണ്. ഉഷയുടെ കൂടാതെ സിംഗറിൻ്റെയും ബ്രദേഴ്സിൻ്റെയും അങ്ങനെ പല ബ്രാൻഡിൻ്റെ മെഷീൻസ് നമുക്ക് കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിൽ നമുക്ക് എല്ലാ USB കണക്ട് ചെയ്ത് നമ്മൾ എല്ലാ ഇൻപുട്ട്
ഇൻപുട്ട് എല്ലാം ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അതിൻ്റെ പണി ചെയ്തോളും. എംബ്രോയ്ഡറി എല്ലാം തനിയെ ചെയ്തോളും. അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ടേബിൾ ടോപ്പ് മെഷീനായ ഈ ഒരു ഉഷ ജനോമി അല്ലൂർ DLX മെഷീനിൻ്റെ ഫങ്ഷൻസും ഫൂട്ടുകളെ പറ്റിയും പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസ്, പിന്നെ കൂടാതെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി കാണുക. ഇനി അടുത്തതായിട്ട് പവർ മെഷീനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജാക്ക്, ജൂക്കി, ഉഷ, സിംഗർ ഇങ്ങനെ പല ടൈപ്പ് കമ്പനിയുടെ പവർ മെഷീൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ മെഷീനുകളെല്ലാം ഇൻഡസ്ട്രിയൽ മെഷീൻസ് ആണ്. അതായത് നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു ബ്രാൻഡ് തുടങ്ങി നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ബൾക്ക് ഓർഡേഴ്സ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ, ഇനിയിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾ ഓർഡർ എടുത്തിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിലൊക്കെ ഇതുപോലുള്ള പവർ മെഷീൻസ് ആണ് ബെസ്റ്റായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സ്പീഡാണ്. ഇതിന് നല്ല രീതിയിൽ സ്പീഡുണ്ട്. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ മറ്റ് മെഷീനിലൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ, ഇതുപോലുള്ള പവർ മെഷീൻസിൽ ആ 1 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് 3ഓ 4ഓ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ല സ്പീഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ഓവർലോക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. നോർമൽ സ്റ്റിച്ച് മാത്രമേ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്ലീറ്റ്സ് ഇടാനൊക്കെ ഉള്ള ഫൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഓവർലോക്കോ മറ്റ് എംബ്രോയ്ഡറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉഷ, സിംഗർ തുടങ്ങിയ ഈ 2 പവർ മെഷീനിലെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത് ജാക്ക്, ജൂക്കി എന്ന് പറയുന്ന ഈ 2 മെഷീനുകളാണ്. ഇതിനകത്ത് കുറച്ചും കൂടിയിട്ട് സ്പീഡുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിരിക്കുന്നത് ജാക്കിൻ്റെ തന്നെ F26 എന്ന് പറയുന്ന മെഷീനാണ്. അതിന് മുമ്പുള്ള മോഡൽ എന്ന് പറയുന്നത് ജാക്കിൻ്റെ തന്നെ A to C മോഡലാണ്. ജാക്കിൻ്റെ A to C മോഡലിനകത്ത് നമുക്ക് അഡീഷണലി ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ നൂല് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെഷീനിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നൂല് കട്ട് ചെയ്ത് മാറാനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നൂല് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജാക്കിൻ്റെ തന്നെ F26നകത്ത് കുറച്ചും കൂടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളത്. അതായത് നമ്മൾ കല്ലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള പ്രത്യേകം ഫങ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. നിങ്ങളൊരു ഷോപ്പൊക്കെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ്, അതല്ല ഒരു യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ പവർ മെഷീൻസ് ആണ് ബെസ്റ്റ്. അപ്പോൾ ഇതുവരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാത്തരം മെഷീൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.